ഒരു കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഗർഭകാലത്ത് കഴിച്ച ആഹാരത്തിന്റെ ദോഷം വന്നുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ പ്രസവിച്ചാൽ ഉടനെ വൈകൃതങ്ങളുണ്ടാകണമെന്നില്ല. ഒരു കുഞ്ഞിന്റെ ജീവിതഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും മാതാപിതാക്കളുടെ ജീവിതത്തിന്റെയും ഗർഭസ്ഥാവസ്ഥയിലെ മാതാവിന്റെ ആഹാരത്തിന്റെയും ജനിച്ച് താൻ വളരുന്ന ദേശം, കാലം, താൻ സമീപിച്ച ചുറ്റുപാടുകൾ, താൻ കണ്ട അർത്ഥങ്ങൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവയൊക്കെ കിടന്ന് പാകപ്പെട്ട് രോഗമായി പ്രകടമാകാം. ഈയൊരു മഹാസത്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴാണ് സമഗ്ര സന്ദേശമുള്ള ഒരു വൈദ്യശാസ്ത്രം പ്രകടമാകുന്നത്. അല്ലാതെ ഒരു ദ്രവ്യം കഴിച്ചാലുടനെ രോഗമുണ്ടാകുമെന്നോ ഒരു ദ്രവ്യം തൊട്ടാലുടനെ രോഗമുണ്ടാകുമെന്നോ അല്ല. അനേക പരിവർത്തനങ്ങൾ നടക്കുന്ന ഈ ശരീരത്തിൽ നമ്മുടെ ബുദ്ധിജീവികൾ ചിലപ്പോഴൊക്കെ അങ്ങനെ കരുതാറുണ്ട്. ഗ്രഹണ സമയത്തും മറ്റും സ്കൂളുകളിലും കോളേജുകളിലും പൊതുമൈതാനങ്ങളിലുമൊക്കെ ആക്ടിവിസ്റ്റുകൾ ആളുകളെ കൂട്ടി ആഹാരം കഴിക്കുകയും സൂര്യഗ്രഹണത്തെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. ഇവര് കാണിക്കുന്നത് കണ്ടാൽ ഗ്രഹണ സമയത്ത് കഴിച്ചാലുടനെ അപകടം വരുമെന്നാണ് ശാസ്ത്രം എഴുതി വച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അല്ല, അല്ലേ അല്ല. മറിച്ച് കഴിച്ച ആഹാരം അതിലടങ്ങിയ രാഷ്ട്രീയ പരിണാമങ്ങളെ ഏതൊരു അനുകൂല സമയത്ത് ബലം നഷ്ടപ്പെടുമ്പോൾ പ്രകടമാക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ടാണിത് നൂറ്റാണ്ടുകളുടെ പഠനമാണ്. ആരോഗ്യശാസ്ത്രം എന്നത് ഒരു ടെസ്റ്റ് ട്യൂബും ബ്യൂററ്റും പിപ്പറ്റും വെച്ച് പഠിക്കാവുന്നതല്ല. ആരോഗ്യശാസ്ത്രം എന്നത് കുറെ ഭിഷഗ്വരന്മാർ വട്ടത്തിലിരുന്ന് യൂണിയൻ കൂടി കുറെ പേരെ പുറത്താക്കുകയും കുറെ പേരെ അകത്തേക്ക് കയറ്റുകയും കുറെ പേർക്ക് ചികിത്സിക്കാൻ ലൈസൻസ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒന്നല്ല. ആരോഗ്യശാസ്ത്രം എന്നത് കുറെ കച്ചവട സംഘങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നെഴുതി കൊടുക്കലുമല്ല. ആരോഗ്യശാസ്ത്രം എന്നത് തലമുറകളായി നിരീക്ഷണം ചെയ്ത് കുടുംബങ്ങളിൽ അതിന് താൽപ്പര്യമുള്ള മാതാപിതാക്കൾ നന്നായി നിരീക്ഷിച്ചറിഞ്ഞ് ആഹാരത്തെയും കാലത്തെയും ദേശത്തെയും തന്റെ ചുറ്റുപാടുകളെയും എല്ലാം ചേർത്തുവച്ച് സമഗ്രമായി പഠിക്കുന്നതിൽ അന്തർലീനമാണ്. അതാണ് അറിയേണ്ടത്. അതറിയുമ്പോൾ മാത്രമാണ് ആരോഗ്യശാസ്ത്രത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്നത്. കാലത്തിന്റെ ഈ ചിന്തയെ ഗൃഹസ്ഥന്റെ അന്തരംഗത്തിൽ വെച്ച് സൂക്ഷിച്ച് അവന്റെ തലമുറകൾക്ക് ആരോഗ്യമുണ്ടാകാൻ പ്രകൃത്യാ അനുഗ്രഹിച്ച ആദിഗൃഹസ്ഥരെന്ന ബ്രഹ്മാസരസ്വതികളുടെ പാവന പാദങ്ങളിൽ പ്രണമിച്ച് നമുക്കിത് ഉപസംഹരിക്കാം.